വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ അക്രമവും ഗുണ്ടായിസവും അവസാനിപ്പിക്കാതെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുൻ ഭരണസമിതി വകയിരുത്തിയ പല പദ്ധതികളും ഒഴിവാക്കിക്കൊണ്ട് തുക വകമാറ്റി ചിലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കിടയിലാണ് കഴിഞ്ഞ ദിവസം മുദ്രാവാക്യം വിളിച്ചതിൽ പ്രകോപിതരായ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളെ മർദ്ദിച്ചത് എന്നും ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അംഗങ്ങൾ ആരോപിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ CCTV സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ ജീവന സംരക്ഷണം ഒരുക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ ഇനിയും പഞ്ചായത്ത് കമ്മിറ്റിയിൽ പങ്കെടുക്കില്ല എന്നാണ് പ്രതിപക്ഷ അംഗങ്ങളായ സിജി ചാക്കോ, പ്രഭാ തങ്കച്ചൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ മോശക്കാരാക്കിക്കൊണ്ട്, നിങ്ങൾക്കറിയാം ഞാൻ ഈ നാട്ടിലെ പൊതുപ്രവർത്തകരാണ്, എനിക്കെതിരെ ഇതുവരെ ഒരു തല്ലുകേസോ അക്രമ കേസോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മദ്യപാനിയാണെന്നാണ് പറഞ്ഞത്. നമ്മളെല്ലാം പല സമയത്തും പല വഴികളും വെച്ച് കാണുന്നത്. ഞാനിതുവരെ മദ്യപിക്കാറില്ല. പുറകിൽ ഇപ്പൊ 50 നോയമ്പും കൂടെ. അതുകൂടാതെ തന്നെ എന്റെ പേരിൽ ഒരു കേസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ എന്നെയും ഇടതുപക്ഷ ജനാധിപത്യ മെമ്പർമാരെ വ്യക്തിഗതം ചെയ്യുന്നതിന് വേണ്ടി UDF-കാര് ഗൂഢാലോചന നടത്തിയാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്നത്. മനഃപൂർവ്വം ഞങ്ങളെ ആക്രമിച്ചതാണ്. ഞങ്ങൾക്ക് അതിൽ നിന്ന് കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും മയാശങ്ക കൂടാതെ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് പ്രതിപക്ഷ മെമ്പർമാരെന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാം. കമ്മിറ്റിയുടെ തുടക്കത്തിൽ ഹാജരായി മിനിറ്റ്സിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പല പ്രധാന പദ്ധതികളും ആ കമ്മിറ്റിയിൽ ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയും പിരിഞ്ഞു പോയ ശേഷം പിന്നീട് ഭരണകക്ഷി അംഗങ്ങൾ മാത്രം കൂടി ചേർന്ന് തീരുമാനം എടുത്തതായി എഴുതി ചേർക്കുകയുമാണ് ചെയ്യുന്നത്. ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ UDF-ന്റെ നേതൃത്വത്തിൽ ഭരണസമിതി നടത്തിവരുന്നത് എന്നും ഇതിനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു. അതന്നെയല്ല, ഒരു ഗ്രാമസഭകളിലെല്ലാം പോയി പച്ചക്കള്ളം പറയുന്ന രീതിയിലേക്ക് വരിക. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ചിലപ്പോൾ പച്ചക്കള്ളം പറയുന്ന രീതിയിൽ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പ്രയോജനം ഉണ്ടായി വന്ന് ഒരു പുരുഷനെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ മാറി അടിക്കുക എന്നുള്ള രീതിയിലല്ല. അതിനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് കസേരയ്ക്ക് ഒരു മാന്യത, അതൊരു പവിത്രതയാണ്. അപ്പൊ അത് എന്ത് പ്രകോപനം ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് വന്നിരിക്കുന്ന അത് എന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഇറങ്ങി അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നുള്ള രീതിയിൽ വന്ന് നേരിട്ടടിക്കുന്നത് ശരിയല്ല. വാർത്താ സമ്മേളനത്തിൽ സിജി ചാക്കോ, പ്രഭാ തങ്കച്ചൻ, അമ്മിണി ജോസ്, നൌഷാദ്, രാജു കല്ലറയ്ക്കൽ എന്നിവരും പങ്കെടുത്തു. ബിജു വൈശൻപറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.